ക്രിക്കറ്റ് ലോകം ഉറ്റുനോക്കുന്ന ICC T20 ലോകകപ്പിന് ഇനി നാളുകൾ മാത്രം ബാക്കി നിൽക്കെ ഇന്ത്യൻ ടീമിലെ അന്തിമ 11-നെക്കുറിച്ചുള്ള ചിത്രം ഏകദേശം വ്യക്തമായിരിക്കുകയാണ്. ന്യൂസിലൻഡുമായി നടന്ന T20 പരമ്പര പുതിയ കോച്ച് ഗൗതം ഗംഭീറിനെ സംബന്ധിച്ചിടത്തോളം ഒരു അഗ്നിപരീക്ഷയായിരുന്നു. പരീക്ഷണങ്ങൾക്കും നിരീക്ഷണങ്ങൾക്കും ഒടുവിൽ ടീമിലെ പെർഫെക്റ്റ് കോമ്പിനേഷൻ കണ്ടെത്താനുള്ള ശ്രമത്തിലായിരുന്നു അദ്ദേഹം. എന്നാൽ ഈ പരമ്പര പല താരങ്ങൾക്കും കരിയറിലെ തന്നെ വലിയ തിരിച്ചടിയായി മാറിയിരിക്കുകയാണ്. പ്രത്യേകിച്ച് മലയാളി താരം സഞ്ജു സാംസൺ. സ്പിന്നർ കുൽദീപ് യാദവ്, പേസർ ഹർഷിത് റാണ എന്നിവരുടെ ലോകകപ്പ് സ്വപ്നങ്ങൾക്ക് മുകളിൽ കരിനിഴൽ വീണിരിക്കുന്നു. ഇന്ത്യൻ ക്രിക്കറ്റിൽ ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യപ്പെടുന്ന പേരാണ് സഞ്ജു. പ്രതിഭയായിട്ടും അത് സ്ഥിരതയാക്കി മാറ്റാൻ കഴിയാത്തത് സഞ്ജുവിന് എന്നും വിനയാകാറുണ്ട്. ന്യൂസിലൻഡ് പരമ്പരയ്ക്ക് മുൻപ് ടീമിലെ ഫസ്റ്റ് ചോയ്സ് വിക്കറ്റ് കീപ്പർ ബാറ്ററായി സഞ്ജുവിനെയാണ് ഗംഭീർ പരിഗണിച്ചിരുന്നത്. എന്നാൽ 5 മത്സരങ്ങൾ അടങ്ങിയ പരമ്പര അവസാനിക്കുമ്പോൾ സഞ്ജു തന്റെ കരിയറിലെ തന്നെ ഏറ്റവും വലിയ പതനത്തിലാണ് നിൽക്കുന്നത്. 5 ഇന്നിംഗ്സുകളിൽ നിന്നും വെറും 46 റൺസ് മാത്രമാണ് സഞ്ജുവിന് നേടാനായത്. ഇതിൽ മികച്ച സ്കോർ 24 റൺസ് മാത്രമാണ്. ലഭിച്ച ഓരോ അവസരവും അനാവശ്യ ഷോട്ടുകൾ കളിച്ച് പാഴാക്കിയ സഞ്ജുവിന് ലോകകപ്പ് 11-ൽ സ്ഥാനം ലഭിക്കാനുള്ള സാധ്യതയും വളരെ കുറവാണ്. സഞ്ജുവിന്റെ ഈ പതനം മറ്റൊരു വിക്കറ്റ് കീപ്പർ ബാറ്ററായ ഇഷാൻ കിഷന് വഴി തുറന്നുകൊടുത്തു. തിലക് വർമ്മയ്ക്കും പരിക്കേറ്റതിനാൽ മാത്രം ടീമിൽ ഇടം ലഭിച്ച ഇഷാൻ കിഷൻ തനിക്ക് കിട്ടിയ 4 അവസരങ്ങൾ അവിസ്മരണീയമാക്കി. 212 റൺസ് അടിച്ചുകൂട്ടിയ ഇഷാൻ സഞ്ജുവിന് കാണിച്ചു കൊടുത്തത് എങ്ങനെയാണ് അവസരങ്ങൾ മുതലാക്കേണ്ടത് എന്നതാണ്. ഒരു സെഞ്ചുറിയും ഒരു അർദ്ധ സെഞ്ചുറിയും ഇഷാന്റെ അക്കൗണ്ടിലുണ്ട്. ഇതോടെ വിക്കറ്റ് കീപ്പർ സ്ഥാനത്തേക്ക് ഇഷാൻ കിഷൻ ഏകദേശം ഉറപ്പായി കഴിഞ്ഞു. സഞ്ജുവിന് ഇനി ലോകകപ്പ് സ്ക്വാഡിൽ ഇടം ലഭിച്ചാൽ പോലും അത് വാട്ടർ ബോയ് റോളിലായിരിക്കും ഒതുങ്ങുക എന്ന് ക്രിക്കറ്റ് നിരീക്ഷകരും വിലയിരുത്തുന്നു. കഴിഞ്ഞ T20 ലോകകപ്പിൽ ഇന്ത്യയുടെ കിരീട വിജയത്തിൽ പ്രധാന പങ്കുവഹിച്ച താരമായിരുന്നു കുൽദീപ് യാദവ്. ഇന്ത്യയുടെ പ്രധാന സ്പിൻ ആയുധമായിരുന്ന കുൽദീപ് പക്ഷേ ന്യൂസിലൻഡ് പരമ്പര അത്ര സുഖകരമായിരുന്നില്ല. 3 മത്സരങ്ങളിൽ അദ്ദേഹത്തെ പരീക്ഷിച്ചെങ്കിലും പഴയ സ്പിൻ മാജിക് പുറത്തെടുക്കാൻ അദ്ദേഹത്തിന് കഴിഞ്ഞില്ല. വിക്കറ്റുകൾ വീഴ്ത്തുന്നതിൽ പതറിയ കുൽദീപ് റൺസ് വിട്ടുകൊടുക്കുന്നതിൽ വൻ ധാരാളിത്തം കാണിച്ചു. 9.63 എന്ന മോശം എക്കണോമിക് റേറ്റിലാണ് അദ്ദേഹം റൺസ് വഴങ്ങിയത്. 3 ഇന്നിംഗ്സുകളിൽ നിന്നും വെറും 4 വിക്കറ്റുകൾ മാത്രമാണ് കുൽദീപിന് നേടാനായത്. ഈ സമയത്ത് ടീമിലെ മറ്റൊരു സ്പിന്നറായ വരുൺ ചക്രവർത്തി മികച്ച പ്രകടനം പുറത്തെടുക്കുന്നത് കുൽദീപിന് തിരിച്ചടിയായി. വരുൺ ചക്രവർത്തി തന്റെ വേരിയേഷനുകൾ കൊണ്ട് ബാറ്റ്സ്മാൻമാരെ വട്ടം കറക്കുമ്പോൾ കുൽദീപിന്റെ പന്തുകൾ ന്യൂസിലൻഡ് ബാറ്റ്സ്മാൻമാരെ അനായാസം നേരിട്ടു. ലോകകപ്പ് 11-ൽ വരുൺ ചക്രവർത്തി ആയിരിക്കും ഇന്ത്യയുടെ പ്രധാന സ്പിന്നർ എന്നാണ് നിലവിലെ സൂചനകൾ. IPL-ലെ മികച്ച പ്രകടനത്തിലൂടെ ഹർഷിത് റാണ ഇന്ത്യൻ ടീമിലേക്ക് എത്തിയത്. ഗൗതം ഗംഭീറിന് വലിയ വിശ്വാസമുള്ള താരമായതിനാൽ ഹർഷിത്തിന് ലോകകപ്പ് 11-ൽ സ്ഥാനം ഉണ്ടാകുമെന്ന് കരുതിയിരുന്നു. എന്നാൽ ന്യൂസിലൻഡിനെതിരായ 3 മത്സരങ്ങൾ ഹർഷിത്തിന്റെ പോരായ്മകൾ തുറന്നുകാട്ടി. പേസ് നിരയിൽ അർഷ്ദീപ് സിംഗുമായിട്ടായിരുന്നു ഹർഷിത്തിന്റെ മത്സരം. എന്നാൽ അർഷ്ദീപിന്റെ 7 അയലത്ത് പോലും എത്താൻ താരത്തിന് കഴിഞ്ഞില്ല. 11.27 എന്ന വളരെ മോശം എക്കണോമിക് റേറ്റിൽ വെറും 2 വിക്കറ്റുകൾ മാത്രമാണ് ഹർഷിത് ഈ പരമ്പരയിൽ നേടിയത്. മറുഭാഗത്ത് അർഷ്ദീപ് 8 വിക്കറ്റുകളുമായി പരമ്പരയിൽ മിന്നും പ്രകടനം കാഴ്ചവെച്ചു. ഇതോടെ പേസ് നിരയിൽ ബുംറയ്ക്കും അർഷ്ദീപിനുമൊപ്പം ഹർഷിത് റാണയ്ക്കും ഇടം ലഭിക്കില്ലെന്ന് ഏകദേശം ഉറപ്പായി. കോച്ച് എന്ന നിലയിൽ ഗൗതം ഗംഭീർ ഒരു കാര്യം വ്യക്തമാക്കി കഴിഞ്ഞു. പേരോ പ്രശസ്തിയോ നോക്കിയല്ല, ഫോമിനെ അടിസ്ഥാനമാക്കിയായിരിക്കും ടീം സെലക്ഷൻ. 5 മത്സരങ്ങളിലും വ്യത്യസ്തമായ കോമ്പിനേഷനുകൾ പരീക്ഷിച്ചത് ലോകകപ്പിൽ ഉണ്ടാകാൻ സാധ്യതയുള്ള ഏത് സാഹചര്യത്തെയും നേരിടാനാണ്. സഞ്ജുവിനെ പോലെയുള്ള താരങ്ങൾക്ക് ആവശ്യത്തിലധികം അവസരങ്ങൾ നൽകിയെങ്കിലും അത് മുതലാക്കാൻ അവർക്ക് കഴിഞ്ഞില്ല എന്നത് ഗംഭീറിനെ നിരാശനാക്കിയിട്ടുണ്ട്. യുവതാരങ്ങളായ ഇഷാൻ കിഷൻ, ജയ്സ്വാൾ, ഗിൽ എന്നിവരടങ്ങുന്ന ബാറ്റിംഗ് നിരയും വരുൺ ചക്രവർത്തി, രവി ബിഷ്ണോയ് എന്നിവരടങ്ങുന്ന സ്പിൻ നിരയുമാകും ഇന്ത്യയുടെ ലോകകപ്പ് ആയുധങ്ങൾ. ഹർദിക് പാണ്ഡ്യയുടെ ഓൾറൗണ്ട് പ്രകടനവും ടീമിന് കരുത്തു പകരും. സഞ്ജു സാംസനെ സംബന്ധിച്ചിടത്തോളം ഇത് വെറും ഒരു പരമ്പര നഷ്ടമല്ല. തന്റെ അന്താരാഷ്ട്ര കരിയർ തന്നെ ചോദ്യം ചെയ്യപ്പെടുന്ന രീതിയിലുള്ള പ്രകടനമാണ് അദ്ദേഹം പുറത്തെടുത്തത്. ഒരു വശത്ത് ഋഷഭ് പന്ത് പരിക്കിൽ നിന്ന് പൂർണ്ണമായി മുക്തനായി തിരിച്ചു വരുന്നു. മറുവശത്ത് ഇഷാൻ കിഷൻ തകർപ്പൻ ഫോമിൽ നിൽക്കുന്നു. ഈ സാഹചര്യത്തിൽ സഞ്ജുവിന് ഇനിയൊരു തിരിച്ചുവരവ് പ്രയാസകരമായിരിക്കും. സഞ്ജുവിന്റെ ആരാധകർക്ക് ഈ വിധി ഉൾക്കൊള്ളാൻ ബുദ്ധിമുട്ടാണെങ്കിലും കണക്കുകൾ സഞ്ജുവിനെതിരാണ്. ന്യൂസിലൻഡ് പരമ്പര ഇന്ത്യക്ക് നൽകിയത് ചില പ്രധാന പാഠങ്ങളാണ്. ലോകകപ്പ് പോലൊരു വലിയ വേദിയിൽ പരീക്ഷിക്കപ്പെടേണ്ടവർ ആരെന്നും ഒഴിവാക്കപ്പെടേണ്ടവർ ആരെന്നും ഗംഭീർ തീരുമാനിച്ചു കഴിഞ്ഞു. വ്യക്തിപരമായ മികവുകളെക്കാൾ ടീമിന്റെ ഒത്തൊരുമയ്ക്ക് ഫോമിനും പ്രാധാന്യം നൽകുന്ന ഗംഭീർ ശൈലി ഇന്ത്യക്ക് ലോകകപ്പിൽ ഗുണകരമാകുമെന്നും കരുതാം. സഞ്ജു സാംസൺ, കുൽദീപ് യാദവ്, ഹർഷിത് റാണ എന്നിവർക്ക് ബെഞ്ചിൽ ഇരിക്കേണ്ടി വരുമെങ്കിലും ടീം ഇന്ത്യ ലോകകപ്പിൽ മികച്ച പ്രകടനം പുറത്തെടുക്കുമെന്ന പ്രതീക്ഷയിലാണ് ആരാധകർ. വരും ദിവസങ്ങളിൽ BCCI പ്രഖ്യാപിക്കുന്ന ലോകകപ്പ് സ്ക്വാഡിൽ വലിയ മാറ്റങ്ങൾ ഉണ്ടാകുമോ എന്ന് കാത്തിരുന്ന് കാണാം.